ഏവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ ബൈബിളിലെ മഹാന്മാരെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴെല്ലാം അബ്രഹാം, മോശ, ദാവീദ്, പത്രോസ്, പൗലോസ് തുടങ്ങിയ പേരുകൾ ഉടനടി തന്നെ നമ്മുടെ ഓർമ്മയിലേക്ക് വരും. മഹതികളായ സ്ത്രീകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴെല്ലാം സാറ, രൂത്ത്, എസ്തേർ, മറിയ, മാർത്ത എന്നിവരെയൊക്കെയാണ് നമ്മൾ ഓർമ്മിക്കാറുള്ളത്. പ്രശസ്തരായ സ്ത്രീകളുടെ ഈ പട്ടികയിൽ ഒരു പേരുകൂടെ എഴുതി ചേർക്കേണ്ടതായ സമയം നമുക്ക് അതിക്രമിച്ചു എന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ. അതാണ് രാഹാബ് എന്ന് പറയുന്ന വ്യക്തി. രാഹാബിന്റെ തൊഴിലിനെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പലരും എന്റെ നിർദ്ദേശത്തോട് വിയോജിച്ചു എന്ന് വന്നേക്കാം. അവര് ഒരു വേശ്യാസ്ത്രീയായിരുന്നു. അപ്പോൾ രൂത്തും മറിയയും പോലുള്ള നീതിമതികളോടൊപ്പം ഈ രാഹാബിനെയും ഉൾപ്പെടുത്താൻ എങ്ങനെ ധൈര്യപ്പെടുന്നു എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ ചോദ്യം. അതിന്റെ ഉത്തരം വിശുദ്ധ ബൈബിളിൽ തന്നെ യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കനാൻ കീഴടക്കുന്നതിന് യെരിഹോ ഒരു ശക്തമായ തടസ്സമായിരുന്നു. വിശാലമായ താഴ്വരയിലെ കോട്ടകളുള്ള അഥവാ പടുകൂറ്റൻ മതിലുകളുള്ള ഒരു നഗരമായിരുന്നു അത്. അമോര്യർ എന്ന് വിളിക്കപ്പെടുന്ന ക്രൂരരും അക്രമശക്തരുമായ ഒരു ജനത അതിനെ സമർത്ഥമായി പ്രതിരോധിച്ചിരുന്നു. അതുകൊണ്ട് നഗരത്തെ എങ്ങനെ ഏറ്റവും നന്നായി ആക്രമിക്കാമെന്ന് അറിയാൻ യോശുവ 2 ചാരന്മാരെ അവിടേക്ക് അയക്കുകയാണ്. അവർ വേഷം മാറി ഇന്നത്തെ മൊസാദ്, അതേപോലെ അന്നത്തെ ചാരന്മാരുടെ പിൻഗാമികളാണ് അവർ. ദേശത്തെ ഉറ്റുനോക്കുവാനായിട്ട്, ചാരപ്പണി ചെയ്യാനായിട്ട് വളരെ ജാഗ്രതയോടെയാണ് അവർ യെരിഹോവിനെ സമീപിച്ചത്. ഈ സംഭവത്തിന് 38 വർഷങ്ങൾക്ക് മുമ്പുള്ള തന്റെ സ്വന്തം അനുഭവത്തിന്റെ ഫലമായാണ് യോശുവ 2 ചാരന്മാരെ, സ്പൈസിനെ അവിടേക്ക് അയച്ചത് എന്നതിൽ യാതൊരു സംശയമില്ല. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ മോശ കനാനിലേക്ക് ദേശത്തെയും അതിലെ ജനങ്ങളെയും പരിശോധിക്കാൻ അയച്ച 12 ചാരന്മാരിൽ താനും കാലേബും ഉൾപ്പെട്ടിരുന്നു എന്ന് യോശുവയ്ക്ക് നന്നായിട്ട് ഓർമ്മയുണ്ടായിരുന്നു. അവരിൽ 10 പേര് നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ട് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ ദുരന്തത്തെക്കുറിച്ച് ഓർമ്മിച്ചിട്ടായിരിക്കാം തനിക്ക് വിശ്വാസമുള്ള 2 പുരുഷന്മാരെ മാത്രം അദ്ദേഹം തെരഞ്ഞെടുത്തത്. ചിലർ ചിന്തിച്ചിട്ടുണ്ട്, യോശുവ എന്തിനാണ് ആദ്യം ചാരന്മാരെ അയച്ചത്? ദൈവം യോശുവയ്ക്ക് വിജയം ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ദൈവവചനത്തിന്റെ സത്യത്തെ ആശ്രയിക്കുന്ന ഒരു വിശ്വാസമുള്ള മനുഷ്യനാണ് യോശുവ എങ്കിൽ ദേശം അന്വേഷിക്കാൻ അല്ലെങ്കിൽ ചാരപ്പണി ചെയ്യാൻ അയക്കേണ്ടതായിട്ടുള്ള ആവശ്യം എന്തായിരുന്നു? ചിലർ ഇതിൽ യോശുവയുടെ ഭാഗത്തെ ഒരു വലിയ വീഴ്ചയായിട്ടൊക്കെ വിവരിക്കാറുണ്ട്. വിശ്വാസത്തിന്റെ പരാജയം എന്ന് ചില ആളുകളൊക്കെ, പ്രത്യേകിച്ച് വിശ്വാസത്തിന്റെ ഔന്നത്യത്തിലൊക്കെ നിൽക്കുന്ന ആളുകൾ പറയാറുണ്ട്. അങ്ങനെയൊന്നുമല്ല. ദൈവത്തിന്റെ പരമാധികാരവും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടുമെന്നുള്ള ഉറപ്പും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും പ്രാധാന്യത്തെ നിഷേധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തെങ്കിലും സംഭവിക്കുമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നതിനാൽ നമുക്ക് വിഡ്ഢികളെ പോലെ പെരുമാറാനും മിണ്ടാതെ ജീവിക്കാനും അല്ലെങ്കിൽ എല്ലാം ശരിയായിക്കോളും എന്ന് പറഞ്ഞിരിക്കുവാനും ജാഗ്രത പാലിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ടെന്ന് അതിനർത്ഥമാകുന്നില്ല. അസാധാരണമായ ലക്ഷ്യങ്ങൾ നേടുന്നതിന് സാധാരണ മാർഗങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് യോശുവയ്ക്ക് നന്നായിട്ടറിയാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, തന്ത്രപരമായിട്ടുള്ള ആസൂത്രണമോ യുദ്ധമോ മനുഷ്യ ഇടപെടലോ ഇല്ലാതെ ദൈവം ഒറ്റയടിക്ക് ദേശത്തെയും അതിലെ എല്ലാ നിവാസികളെയും കൈമാറുമെന്ന് യോശുവ വ്യക്തമായി പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. ലഭ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചാൽ മാത്രമേ ദൈവം പറഞ്ഞതുപോലെ തന്റെ വാഗ്ദത്തം നിറവേറ്റുകയുള്ളൂ എന്ന ആ ഉറപ്പിന്മേൽ ആണ് യോശുവ ജ്ഞാനത്തോടും തയ്യാറെടുപ്പോടും കൂടി പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ ഈ രീതിയിൽ ചിന്തിച്ചത് നമ്മളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. സങ്കീർത്തനം 139 അനുസരിച്ച്, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ദിവസവും നമ്മൾ ജീവിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ പുസ്തകത്തിൽ അതെല്ലാം എഴുതിയിട്ടുണ്ട്. നിന്റെ പുസ്തകത്തിൽ, കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുകയുണ്ടായി. അതാണ് DNA. അവയെല്ലാം തന്നെ എഴുതിയിരുന്നു. അവയൊന്നും ഇല്ലാതെ ഇരുന്നപ്പോൾ എനിക്ക് വേണ്ടി രൂപപ്പെടുത്തിയ ദിവസങ്ങളെ കുറിച്ച് അതിന്റെ 16-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ അത് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. എന്നാൽ അതിനർത്ഥം തിരക്കേറിയ ഒരു സ്ട്രീറ്റ് നമ്മളെ മുറിച്ചു കടക്കുന്നതിന് മുമ്പ് ഞാൻ ഇനി ഇരുവശങ്ങളിലേക്ക് നോക്കില്ല എന്നല്ല. അതേപോലെ ഞാൻ എൻ്റെ ആരോഗ്യത്തെ അവഗണിക്കുകയോ പാരച്യൂട്ടില്ലാതെ വിമാനത്തിൽ നിന്ന് ചാടുകയോ ചെയ്യുമെന്നല്ല. നമ്മുടെ മനസ്സും സാമാന്യ ബുദ്ധിയും ഉപയോഗിക്കാനും
നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യങ്ങൾ നേടുന്നതിന് ശ്രദ്ധാപൂർവവും തന്ത്രപരവുമായ നടപടികൾ സ്വീകരിക്കുവാനും ദൈവം ഓരോ വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ രാഹാബ് ഒരു വേശ്യാസ്ത്രീയായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പുതിയ നിയമത്തില് 2 പ്രാവശ്യം എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിലും യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലും അവളെ വേശ്യ എന്ന് വിളിച്ചിട്ടുണ്ട്. ആ സ്ത്രീയെ വേശ്യാസ്ത്രീ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ ക്ഷേത്രങ്ങളിൽ സേവനം അനുഷ്ഠിച്ച എണ്ണമറ്റ വിശുദ്ധ വേശ്യകളിൽ ഒരാളായിരുന്നു അവൾ എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ വീട് ഒരു പക്ഷേ ഒരു സത്രമോ മദ്യശാലയോ ആയിരുന്നു. നഗരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള മികച്ച സ്ഥലമായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു ജനപ്രിയ ഒത്തുചേരൽ സ്ഥലമായിരുന്നു. എരിഹോവിൽ വെച്ച് അവരുടെ വ്യക്തിത്വവും ഉദ്ദേശവും മനസ്സിലാക്കിയ ഒരാൾ ഉടൻ തന്നെ രാജാവിനെ അറിയിച്ചു എന്നാണ് നമ്മൾ 2-ാം വാക്യത്തിൽ കാണുന്നത്. രാഘാവ് ഈ വ്യക്തികളെ ഒറ്റുകാരായിട്ട് വന്ന ഈ സ്പൈസിനെ 2 പേരെയും പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടതായിട്ട് 3-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. രാഘാവ് ആ സമയത്ത് ഒരു നല്ല കഥ അവരോട് പറഞ്ഞു കൊടുത്തു. എന്താണത്? അവർ പറഞ്ഞു, ഇതൊക്കെ വെറുതെ പറഞ്ഞതാണ്, എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ. ഈ ചാരന്മാരെ പിടികൂടാൻ അവൻ അയച്ച പടയാളികളെയും ആളുകളെ പറഞ്ഞ് പറ്റിച്ച് രാഘാവ് എന്ന് പറയുന്ന നാട്ടിലെ സ്ത്രീ അവരെ പറഞ്ഞയക്കാനായിട്ട് ഇടയായിത്തീർന്നു. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ വന്നായിട്ടുള്ള പട്ടാളക്കാര് രാഘാവിന്റെ കഥ ഇത്ര പെട്ടെന്ന് വിശ്വസിക്കുകയും അവരുടെ വീട് പരിശോധിക്കാൻ ഒരിക്കലും മെനക്കെടാതിരിക്കുകയും ചെയ്യുന്നത് വളരെ വിചിത്രമായിട്ട് കാണും. ഇത് ഒരു പക്ഷെങ്കില് ദൈവിക പരിപാലനമോ അവരുടെ കണ്ണുകൾ കൃത്യമായ കാര്യങ്ങൾ കാണാതിരിക്കാനും മനസ്സിനെ കുരുടാക്കാനും തക്കവണ്ണം ദൈവത്തിന്റെ തീരുമാനമായിരുന്നിരിക്കാം. ഒരുപാട് നാളുകൾക്ക് മുമ്പുള്ള ഒരു സ്റ്റാർ വാർസ് എപ്പിസോഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് വളരെ രസാവകമായിട്ടുള്ളതാണ്. നിങ്ങൾ അന്വേഷിക്കുന്ന ചാരന്മാരല്ല, നിങ്ങൾ ഈ വീട് പരിശോധിക്കേണ്ടതില്ല. കമ്മ്യൂണിസത്തിന്റെ പതനത്തിന് മുമ്പ് ഉരുക്കുമുഷ്ടിയുള്ള രാജ്യങ്ങളിലേക്ക് പതിവായി ബൈബിളുകളിൽ കടത്തിയിരുന്ന ബ്രദർ ആൻഡ്രൂവിന്റെ അനുഭവമായിരിക്കും കൂടുതൽ മികച്ചതും ആത്മീയവുമായ ഒരു സാമ്യം. അദ്ദേഹം തന്റെ കാറിന്റെ പിൻസീറ്റിൽ ബൈബിളുകൾ തുറന്നു വെക്കുമായിരുന്നു. പട്ടാളക്കാർ പതിവായിട്ട് അത് വന്ന് എത്തി നോക്കി. പക്ഷേ അവിടെ ഇരിക്കുന്ന ബൈബിളോ അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടില്ലെന്ന് അവർക്ക് ബോധ്യമായി. അതേപോലെ രാഘാവിന്റെ വാക്കുകളിൽ യഥാർത്ഥത്തിൽ നിരവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവർ ഇസ്രായേലിലാണെന്ന് അവൾക്കറിയില്ലായിരുന്നു എന്നാണ് അവൾ പറഞ്ഞത്. രണ്ടാമത് അവൾ പറയുന്നത് അവർ ഇതിനകം പോയിട്ടുണ്ടെന്ന് പറയുകയാണ്. മൂന്നാമതായിട്ട് അവരെ എവിടെ കണ്ടെത്താനാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നായിരുന്നു അവൾ പറഞ്ഞത്. 4-മതായിട്ട് പടയാളികൾ പെട്ടെന്ന് അവരെ പിന്തുടർന്നാൽ എളുപ്പത്തിൽ പിടിക്കാമെന്ന് ഈ രാഘാവ് അവരെ തെറ്റിദ്ധരിപ്പിച്ചു. ഇവിടെ നമ്മൾ രാഘാവ് ചെയ്തതുപോലെ കള്ളം പറയുന്നതിൽ ന്യായമുണ്ടോ ഇല്ലയോ എന്ന് സങ്കീർണമായ ചോദ്യത്തെ അഭിസംബോധന ചെയ്യണം. ബൈബിളിന്റെ വിമർശകരായിട്ടുള്ള ആളുകൾ പറയുന്നത് രാഘാവ് കള്ളം പറഞ്ഞില്ലേ, നുണ പറഞ്ഞില്ലേ, അപ്പൊ ബൈബിള് നുണയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരിക്കലും അങ്ങനെയല്ല. അവിടെ സംഭവിച്ച കാര്യങ്ങളെ തന്നെയുമല്ല, രാഘാവ് ആ സമയത്ത് അവരുടെ തൊഴിൽ തന്നെ മോശപ്പെട്ടാണ്. അപ്പൊ അവർക്ക് നുണ പറയുന്നതിനകത്ത് അത് വലിയൊരു കാര്യമൊന്നും അല്ലായിരുന്നു. എന്നാൽ ബൈബിൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല. നമുക്കറിയാവുന്ന പോലെ വേദപുസ്തകം ഒരിക്കലും ചെറിയ കള്ളത്തെ പോലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇതൊരു ഉത്തരാധുനിക കാലഘട്ടമാണ്. ഈ ഉത്തരാധുനിക കാലഘട്ടത്തില് ചെറിയ ചെറിയ കള്ളങ്ങൾ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിലും ക്രിസ്തീയ ശുശ്രൂഷകരുടെ ഇടയിലും ഒക്കെ അങ്ങനെയുണ്ട്. ഞാന് ആ കാര്യത്തിൽ വളരെ കർക്കശമായിട്ട് പറയട്ടെ, കർത്താവിന്റെ വഴി എന്ന് പറയുന്നത് വ്യാജം പറഞ്ഞും വ്യാജം ചെയ്തും കാര്യങ്ങൾ നേടിയെടുക്കുന്നതല്ല, മറിച്ച് കൃത്യമായി സത്യസന്ധതയോടുകൂടി തന്നെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. കാരണം വേദപുസ്തകം ഒരുപാട് ഭാഗത്ത് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് പുറപ്പാട് പുസ്തകം 20:16 പറയുന്നത്, നിന്റെ അയൽക്കാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്, സാത്താൻ നുണയനും നുണകളുടെ പിതാവുമാണെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 44-ാം വാക്യത്തിൽ കാണും. പരിശുദ്ധാത്മാവിനോട് വ്യാജം പറഞ്ഞതിനാൽ എന്നാണ് അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അനന്യാസും സഫീറയും കൊല്ലപ്പെട്ടു. പരസ്പരം ഭോഷ്ക് പറയരുതെന്ന് വിശുദ്ധ ബൈബിളിൽ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നു. ആകയാൽ വ്യാജം ഉപേക്ഷിച്ച് നിങ്ങൾ ഓരോരുത്തരും താന്റെ അയൽക്കാരനോട് സത്യം സംസാരിക്കണം, കാരണം നാം പരസ്പരം അവയവങ്ങളാകുന്നെന്ന് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ പറയുന്നു. അങ്ങനെ ഭോഷ്ക് പറയുന്നവരെ കുറിച്ച് പറയുന്നത് അവരെ
തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. ഓരോ വിശ്വാസിയുടെയും ധാർമ്മിക പെരുമാറ്റത്തിന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാഘാവിന്റെ നുണകൾ എന്ന വിഷയത്തെ നമ്മൾ എങ്ങനെ അഭിസംബോധന ചെയ്യും? അവരുടെ കാര്യത്തിൽ രണ്ട് കേവല ധാർമ്മിക തത്വങ്ങൾ പരസ്പര വിരുദ്ധമായിട്ട് കാണപ്പെടുന്നു. ഒന്ന്, ഒരു നുണ പറയുന്നത് തെറ്റാണ്. രണ്ട്, മനുഷ്യ ജീവൻ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ സാധാരണയായിട്ട് ആളുകള് മൂന്ന് സാധ്യമായ സ്ഥാനങ്ങളിൽ ഒന്നിൽ സ്വയം അണിനിരക്കുകയാണ് ചെയ്യുന്നത്. അവരെന്താ പറയാ? പരസ്പര വിരുദ്ധമായ സമ്പൂർണത അല്ലെങ്കിൽ രണ്ട് തിന്മകളിൽ ഏറ്റവും കുറവായിട്ടുള്ളതിനെ നമുക്ക് സ്വീകരിക്കാം. ഈ വീക്ഷണം അനുസരിച്ച് ചിലപ്പോൾ രണ്ടോ അതിലധികമോ കേവല തത്വങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്യും. പാപം ചെയ്യുന്നത് ഒഴിവാക്കാൻ ഒരു മാർഗവുമില്ല. രണ്ട് തിന്മകളിൽ കുറവ് തിരഞ്ഞെടുക്കണം എന്നാണ് ഈ കാലഘട്ടത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ആളുകൾ ചിന്തിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നുണ പറയുന്നത് ഒരു പാപമാണോ? ആണ്. പക്ഷേ അത് ചാരന്മാരെ കൊല്ലാൻ അനുവദിക്കുന്നതിനേക്കാൾ കുറഞ്ഞ തിന്മയല്ലേ? അതിനാൽ രാഘാവ് നുണ പറയുന്നത് തെറ്റായിരുന്നു എന്ന് ചിന്തിക്കുന്നില്ല പല ആളുകളും. പക്ഷേ അവൾ സത്യം പറയുന്നതും തെറ്റായിരുന്നിരിക്കാമല്ലോ. പാപം ചെയ്യുന്നത് ഒഴിവാക്കാൻ അവൾക്ക് അസാധ്യമായിരുന്നു. അതിനാൽ അവൾ രണ്ട് തിന്മകളിൽ കുറവ് തെരഞ്ഞെടുത്തു. ദൈവത്തിന്റെ കരുണയിൽ സ്വയം നമ്മൾ ഈ വിഷയം ഏൽപ്പിച്ചാൽ മതി എന്നൊക്കെയാണ് ചില ആളുകൾ അതിനെക്കുറിച്ച് പറയാറുള്ളത്. നമുക്ക് യോശുവ 2-ാമത്തെ അധ്യായത്തിലേക്ക് മടങ്ങി വരാം. അതിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലൂടെ ആ വിവരണം നമ്മൾ എടുക്കുകയാണെങ്കിൽ, കനാന്യർ ബഹുദൈവ വിശ്വാസികളായിരുന്നു. പലതരം ദൈവങ്ങളെ ആരാധിച്ചവരാണ്. എന്നിരുന്നാലും യഹോവ മാത്രമാണ് സത്യദൈവമെന്നും എല്ലാവരെയും ഭരിക്കുന്നവരാണെന്നും രാഘാവ് ഉറപ്പിച്ചു പറയുന്നു. നിന്റെ ദൈവമായ യഹോവ, നിങ്ങളുടെ ദൈവമായ യഹോവ, അവൻ സത്യദൈവമാണ് എന്നവൾ പറഞ്ഞപ്പോൾ അവൻ ഏക ദൈവമാണെന്ന് ആ സ്ത്രീ വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയായിരുന്നു. അവരുടെയും കുടുംബത്തിന്റെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി അല്ലാതെ മറ്റൊരു കാരണത്താലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞതെന്ന് നമുക്ക് വ്യക്തമാണ്. അവൾ പറയുകയായിരുന്നു, ഞങ്ങളുടെ ആളുകൾ ഡസൻ കണക്കിന് ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ ദൈവം മാത്രമാണ് ഏക സത്യദൈവം. ആകാശത്തിനും മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും എന്ന വാക്കും കൂടെ ആ സ്ത്രീ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ വാക്കുകൾ പഴയ നിയമത്തിൽ 3 തവണ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. എല്ലാം യഹോവയുടെ പരമാധികാരത്തിനായുള്ള സമ്പൂർണ്ണ അവകാശവാദത്തെ സ്ഥിരീകരിക്കുന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ് ആ 3 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിലും ആവർത്തനം 4:39 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലും നമുക്ക് ഈ കാര്യങ്ങൾ കാണാവുന്നതാണ്. ഈ കനാന്യ സ്ത്രീക്ക് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്ന പേര് മാത്രമല്ല, തന്റെ മാതൃരാജ്യത്തിലുള്ള ദൈവത്തിന്റെ പദ്ധതികളും അറിയാമെന്നത് വളരെ അതിശയകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പൊ രാഘാവിന് എങ്ങനെയാണ് ഈ ഒരു അറിവ് ലഭിച്ചത്? യാത്ര ചെയ്ത ഉപഭോക്താക്കളിൽ നിന്ന് ചെയ്ത കാര്യങ്ങളുടെ ചില ഭാഗങ്ങൾ അവര് കേട്ടിട്ടുണ്ടായിരിക്കാം. ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാട്, ചില അത്ഭുതങ്ങൾ, ഒരു പക്ഷേ 10 കൽപ്പനകൾ നൽകിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ സ്ത്രീ കേട്ടിട്ടുണ്ടായിരിക്കാം. യഹൂദ ചാരന്മാരിൽ എന്തെങ്കിലും വ്യത്യാസവും അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കും. ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അവർ അവിടെ എത്തിയത് അധാർമിക ഉദ്ദേശങ്ങൾക്കായിട്ടല്ല എന്ന വസ്തുതയിൽ നിന്നാണോ എന്നും ചില ആളുകൾ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കാം. ഈ ദൂതന്മാരെ 2 പേരെയും ഒളിപ്പിക്കുകയും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ഈ വന്നാട്ടിലെ ഇസ്രായേലിലെ ദൂതന്മാർ, ചാരന്മാർ ഈ രാഘാവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുകയും ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ രാഘാവിനെ മാത്രമല്ല അവളുടെ കുടുംബത്തെയും രക്ഷയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു, അല്ലെങ്കിൽ മരിക്കാതെ കൊണ്ട് അവരെ സംരക്ഷിക്കുകയും ചെയ്തു. അതിന് ഒരു ചുമപ്പ് നാട അവിടെ തൂക്കിയതായിട്ട് കാണുന്നു. ഒരു അടയാളം അവിടെ കൊടുക്കുകയാണ്, കവനന്റിന്റെ അല്ലെങ്കിൽ ഉടമ്പടിയുടെ ഒരു അടയാളമായിട്ട്. പ്രിയമുള്ളവരെ, ഇതെല്ലാം നമ്മളെ കാണിക്കുന്ന പ്രധാനമായി 3 കാര്യങ്ങളാണ്. ഒന്ന്, അധർമ്മത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയെയും സ്നേഹിക്കുന്നവരായ ഒരു ദൈവമുണ്ട്. ഏതൊരു വ്യക്തി അവളുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം എത്ര മോശപ്പെട്ടായിക്കൊള്ളട്ടെ, എത്ര താഴ്ചയിൽ കിടക്കുന്നതായിക്കൊള്ളട്ടെ, എത്ര ഹീനകരമായിക്കൊള്ളട്ടെ, കഞ്ചാവിനും മയക്കുമരുന്നിനും മറ്റെല്ലാറ്റിനും അടിമകളായിട്ട് കഴിയുന്നവരായിരിക്കാം, അവരെ സ്നേഹിച്ച് അവരെ അതിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനായ സ്നേഹവാനായ ദൈവത്തെയാണ് ഈ ഒരു ഭാഗത്ത് നമ്മളെ കൃത്യമായിട്ട് വരച്ചു കാണിക്കുന്നത്. മലബാർ ബൈബിൾ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തില് ഈ ദേശത്തുള്ള, നമ്മുടെ നാട്ടിലുള്ള മലയാളം സംസാരിക്കുന്ന ഏതൊരു മദ്യപാനിക്കും ഏത് തരത്തിൽ താഴ്ന്ന നിലവാരത്തിൽ മയക്കുമരുന്നിന്റെയോ അതേപോലെ
മദ്യപാനത്തിന്റെ ഒക്കെ അടിമത്തത്തിൽ കഴിയുന്ന ഏതൊരു വ്യക്തിക്കും സൗജന്യമായിട്ട് ഞങ്ങള് ഇവിടെ 8 ദിവസത്തെ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. അതില് ആർക്കും പങ്കെടുക്കാം. ജാതി നോക്കാറില്ല, മതം നോക്കാറില്ല, ഏത് പ്രദേശക്കാരനാണെന്ന് നോക്കാറില്ല. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ തക്കവണ്ണമുള്ള വലിയ സാധ്യതയുണ്ട്. 9947003777 ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ വേണ്ടുന്ന സഹായം ചെയ്തു തരിക. അങ്ങനെയുള്ള ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ച് അവർക്ക് വേണ്ടുന്ന ക്ലാസ്സുകൾ കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ സഹായിക്കും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അവരെ സ്നേഹിക്കുകയാണ്. ഏത് അധപ്പതനത്തിൽ പോയ മനുഷ്യനെയും ആ അവസ്ഥയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിവുള്ള ദൈവത്തിന്റെ സ്നേഹം കൊണ്ടാണ് MBF ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വരുന്ന നവംബർ മാസം 2-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഇവിടെ വെച്ച് നടത്തപ്പെടുന്ന ഡി-അഡിക്ഷൻ പരിപാടിയിൽ പങ്കെടുക്കാൻ അത്തരക്കാരായിട്ടുള്ള ആളുകളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു സ്ത്രീയുടെ വിശ്വാസമാണ്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരെയും രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ രാഘാവ് എന്ന് പറയുന്ന ജീവിതത്തിന്റെ അധപ്പതനത്തിൽ ഇപ്പൊ ദേവദാസിയായി കഴിഞ്ഞതായിട്ടുള്ള ആ സ്ത്രീക്ക് സത്യദൈവത്തെ കുറിച്ചുള്ള മഹത്വപരമായ കാര്യങ്ങൾ കേട്ടപ്പോൾ തന്റെ ജീവിതത്തിനൊരു മാറ്റം വേണം, തനിക്ക് ജീവിക്കണം, തനിക്ക് രക്ഷപ്പെടണം എന്നുള്ളൊരു കൊതി ഉണ്ടായി. പ്രിയമുള്ളവരെ, മദ്യപാനത്തിന്റെയും അതുപോലെ ചൂതാട്ടത്തിന്റെയും മറ്റു പല പാപ വഴികളിലും ജീവിക്കുന്ന ആളുകള് ദൈവത്തെ കുറിച്ച് കേൾക്കുമ്പോൾ അറിയേണ്ടുന്നതായ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ദൈവം നമ്മളെ, ഞാൻ ഇതുവരെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, വെറുതെ രക്ഷിക്കുകയില്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ടാണ്. രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കുഴഞ്ഞ ചേറ്റിന്റെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ തക്കോണം ദൈവം ഒരു മാർഗം ഒരുക്കിയിട്ടുണ്ട്. അതാണ് മൂന്നാമത് കാണുന്നത്. ആ ഒറ്റുകാർ പറയാണ്, നിന്റെ വീടിന്റെ കിളിവാതിലിന്റെ അവിടെ നിന്ന് ഒരു ചുമന്ന ചരട് താഴേക്ക് നീ തൂക്കിയിടണം. ഞങ്ങൾ വരുന്ന സമയത്ത് അത് കാണുമ്പോൾ തീർച്ചയായിട്ടും നിന്നെ, നിന്റെ കുടുംബത്തെ ഞങ്ങൾ രക്ഷിക്കും എന്നുള്ളത്. നമുക്ക് വേണ്ടി ദൈവം ഉടമ്പടിയുടെ ഒരടയാളമായിട്ട് കാൽവറി കുരിശ് സമർപ്പിച്ചിരിക്കുകയാണ്. ആ കാൽവറി കുരിശിൽ ഉടമ്പടിയുടെ ഉടയവൻ നമുക്ക് വേണ്ടി ബലിയായി തീർന്നിട്ടുണ്ട്. ആ ബലിയിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും രക്ഷപ്പെടുവാൻ, പാപമോചനം പ്രാപിക്കുവാൻ, നിത്യജീവൻ അവകാശമാക്കുവാൻ സൗജന്യമായിട്ട് ഭാഗ്യം കിട്ടുകയാണ്. എന്നെ കേൾക്കുന്ന ഏതൊരു വ്യക്തിയായിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും പാപക്ഷമ ലഭിക്കാതെ ജീവിക്കുന്നവരാണെങ്കിൽ, പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്നവരാണെങ്കിൽ, ഇന്ന് നിങ്ങൾക്ക് രക്ഷിതാവിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് വേണ്ടി ക്രൂശിതനായ ഒരു കർത്താവ്. ആ കർത്താവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും സൗജന്യമായിട്ട് ജീവരക്ഷ ദൈവം നൽകുകയാണ്. സൗജന്യമായിട്ട് നമ്മൾ ഒന്നും ചെയ്യണ്ട. അതിനുവേണ്ടി നമ്മൾ പുണ്യതീർത്ഥങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നോമ്പോ നേർച്ചകളോ കാഴ്ചകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഴുകുതിരി കത്തിക്കലോ സാമ്പ്രാണിത്തിരികൾ കത്തിക്കലോ അല്ലെങ്കിൽ ബലികൾ അർപ്പിക്കോ ഒന്നും ചെയ്യണ്ട. കാരണം നമുക്ക് വേണ്ടി ദൈവം രക്ഷയുടെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമുക്ക് വേണ്ടി രക്ഷാകരമായ പദ്ധതിയെ ഒരുക്കിയവനായ യേശുവിനെ നമ്മുടെ രക്ഷകനായി കണ്ടെത്തുകയും ആ രക്ഷകനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയായിത്തീരും. രാഘാവിനെ കുറിച്ച് പിന്നീട് നമ്മൾ വായിക്കുന്നത് ഈ ഏറ്റവും മോശപ്പെട്ട കനാന്യ വംശത്തിൽപ്പെട്ട യഹൂദ സ്ത്രീ അല്ലാത്തവളെ പോലും യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് ചില ആളുകൾ സമുദായ സ്നേഹം, ക്രിസ്തീയ സമുദായത്തിന്റെ സ്നേഹമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. നിങ്ങളോട് എനിക്ക് വിനീതമായിട്ട് പറയാനായിട്ടുള്ളത്, ദൈവം നിങ്ങളുടെ സമുദായത്തെ മാത്രമല്ല സ്നേഹിക്കുന്നത്, ദൈവം സകല മനുഷ്യരെയും സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ അകറ്റി നിർത്തിയിരിക്കുന്ന പാപികളെന്ന്, നിഷ്ഠൂരന്മാരെന്ന്, കൊള്ളരുതാത്തവരെന്നൊക്കെ നിങ്ങൾ വിധി എഴുതിയിരിക്കുന്ന ആളുകളെ പോലും സ്നേഹിച്ച് അവരെ വിശുദ്ധിയുടെ പന്താവിലേക്ക് കൊണ്ടുവന്ന് ജീവരക്ഷ നൽകിയിട്ട് അവരെ ദൈവരാജ്യത്തിന്റെ പട്ടികയിൽ ചേർത്ത് വിശുദ്ധ വംശമാക്കി തീർക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരെയും മാറ്റി നിർത്തുവാൻ അവകാശം ദൈവം ഒരു സമുദായത്തിനും തന്നിട്ടില്ല. സമുദായ നേതാക്കന്മാർ അറിയണം, നിങ്ങൾക്ക് ദൈവം അങ്ങനെ ഒരു അവകാശം തന്നിട്ടില്ല. അങ്ങനെ ഒരു ദൈവം നിങ്ങൾക്ക് അവകാശം തന്നു എന്ന് തെളിയിക്കുകയാണെങ്കിൽ ഞാൻ ഇനിയും ഈ യേശുവിനെ പ്രസംഗിക്കുകയില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നവനായ യേശു സകല മനുഷ്യരെയും സ്നേഹിക്കുന്നവനാണ്. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് കൊതിക്കുന്നവനായ ഒരു യേശുവിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, എന്നെ സ്നേഹിച്ചവനായ ആ യേശുവിനെ. നിങ്ങൾക്കും ആ യേശുവിനെ സ്നേഹിക്കണ്ടേ?
ആ യേശുവിന് വേണ്ടി, ആ യേശുവിന്റെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. യേശുവെ, എന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ, എന്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് വിമോചനം തന്ന് എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി അങ്ങയുടെ സ്വഭാവത്തോട് അനുരൂപപ്പെടുത്തുവാൻ വേണ്ടി അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജീവരക്ഷ, കാൽവരി കുരിശിലെ അവിടുത്തെ ബലിയാൽ എനിക്ക് തന്നിരിക്കുന്ന രക്ഷ, അത് ഞാൻ സ്വീകരിക്കുന്നു. എന്നിലേക്ക് അങ്ങ് വരണമേ, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ എന്ന് നിങ്ങൾ ഒരു നിമിഷം ആഗ്രഹത്തോടുകൂടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ക്ഷണം ഈ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയായി തീരുകയും ചെയ്യും. രാഘാവ് എന്ന് പറയുന്ന വേശ്യ പിന്നീട് നമ്മൾ കാണുന്നത് അവരുടെ വിശുദ്ധന്മാരുടെ പട്ടികയിൽ ആ ഗണത്തിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. നമുക്കും ആ വിശുദ്ധ ഗണത്തിൽ ഉൾപ്പെടുവാൻ കർത്താവിന്റെ കൃപ സൗജന്യമായിട്ട് തരുന്നത് സ്വീകരിക്കാം. ദൈവമായ കർത്താവ് നമ്മളെ അതിനായിട്ട് ശക്തീകരിക്കട്ടെ. നന്ദി, നമസ്കാരം.